സമീപകാലത്ത് സൗത്ത് ഇന്ത്യൻ സിനിമാലോകം കണ്ട ഏറ്റവും മികച്ച കല്യാണാഘോഷമായിരുന്നു കീർത്തി സുരേഷിൻ്റേത്. തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി സിനിമാ ഇൻഡസ്ട്രിയിലെ പല പ്രമുഖരും വിവാഹത്തിൽ പങ്കെടുത്തു. ആ വിവാഹ വിശേഷങ്ങൾ പലരും പറഞ്ഞ അറിവാണ് ആരാധകർക്കുള്ളത്. എന്നാൽ കല്യാണ ദിവസം എന്താണ് നടന്നത്, എന്തിനാണ് കരഞ്ഞത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കീർത്തി സുരേഷ് പറയുകയാണ്. സത്യത്തിൽ കല്യാണം ഞങ്ങൾ 2022 മുതൽ പ്ലാൻ ചെയ്തു തുടങ്ങിയതാണ്. നേരത്തെ എല്ലാവരും അറിയുമെന്നാണ് കരുതിയത്. പക്ഷേ ഒക്ടോബറിൽ മാത്രമാണ് വാർത്ത പുറത്തു വന്നത്. വളരെ ഇമോഷണൽ ആയിരുന്നു ആ ചടങ്ങ്. എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു ഫീലായിരുന്നു. സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയാം. താലി കെട്ടുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നാലും ആ സെക്കൻഡ് എല്ലാം അബ്നോർമലാണ്. അതൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല. 15 വർഷത്തെ പ്രണയമാണ് ഞങ്ങളുടേത്. 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്. അത്രയും വർഷത്തെ കാത്തിരിപ്പുണ്ട്. +2 ശേഷം ഞാൻ കോളേജ് ലൈഫിലേക്ക് പോയി. ആന്റണി ബിസിനസ് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ഖത്തറിലായിരുന്നു. 4-5 വർഷത്തോളം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അതിനുശേഷം ആന്റണി തിരിച്ചെത്തി കൊച്ചിയിലും ചെന്നൈയിലുമെല്ലാം ബിസിനസ്സായി. അപ്പോഴേക്കും ഞാൻ സിനിമയിലേക്കും വന്നു. എൻ്റെ ആക്ടിംഗ് കരിയറിൽ ആന്റണി എത്രത്തോളം സപ്പോർട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. എല്ലാ പെൺകുട്ടികളുടെയും ജീവിതത്തിലെ ഹീറോ അച്ഛനായിരിക്കും. അച്ഛൻ കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായും ആന്റണി തട്ടിൽ തന്നെയാണ്. തട്ടിൽ എനിക്ക് പലപ്പോഴും എൻ്റെ അച്ഛനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെ ആന്റണി ട്രീറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും സ്ത്രീകളോടുള്ള ബഹുമാനമാണെങ്കിലും എല്ലാം എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമാണ്. എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം സഹോദര തുല്യനാണ് ആന്റണി. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കീർത്തിയെ കിട്ടിയ ആന്റണി തട്ടിൽ ഭാഗ്യവാനാണെന്ന്. ശരിക്കും ആന്റണിയെപ്പോലെ ഒരാളെ കിട്ടിയ ഞാനാണ് ഭാഗ്യവതി. എൻ്റെ കരിയറിന് വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒരിക്കൽ പോലും കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ ആന്റണി സമ്മർദ്ദത്തിലാക്കിയിട്ടില്ല. താലി എൻ്റെ കഴുത്തിൽ കെട്ടുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. എൻ്റേത് മാത്രമല്ല ആന്റണിയുടെയും. ഭാഗ്യമോ നിർഭാഗ്യമോ ആന്റണിയുടെ കണ്ണ് നിറഞ്ഞത് മറ്റാരും കണ്ടില്ല. നാദസ്വര മേളവും ആ അറ്റ്മോസ്ഫിയറും എല്ലാം അങ്ങനെയായിരുന്നു. നാദസ്വരത്തിന് ശേഷം ടു സ്റ്റേറ്റ് എന്ന ചിത്രത്തിലെ പാട്ടാണിട്ടത്. ആ പാട്ടിനും ഞങ്ങളുടെ പ്രണയത്തിനും ഇമോഷണൽ കണക്ഷനുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ടാവാം ഞാൻ കരഞ്ഞത്. അതിനുശേഷം ഞാൻ ചുറ്റും നോക്കിയപ്പോൾ അവിടെ കൂടിയിരുന്ന ഭൂരിഭാഗം ആളുകളും ഇമോഷണലായിരുന്നു. ആ ഒരു നിമിഷം എൻ്റെ പേരൻസിനോടും ദൈവത്തിനോടും ഞാൻ നന്ദി പറഞ്ഞു. കല്യാണത്തിന് വന്നത് 10-15 സിനിമാ സെലിബ്രിറ്റികളും 100-120 ബന്ധുക്കളും ഒഴിച്ചാൽ ബാക്കിയെല്ലാം സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് 2 പേർക്കും അത്രയധികം സുഹൃത്തുക്കളുണ്ട്. 400 പേരടങ്ങുന്ന വിവാഹമായിരുന്നു. 3 ദിവസം നീണ്ടുനിന്ന ചടങ്ങ് 2 ചടങ്ങായിട്ടാണ് വിവാഹം നടന്നത്. ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിന് ഞാൻ ധരിച്ച ഒരു സാരി എൻ്റെ അമ്മയുടെ കല്യാണ സാരിയാണ്. 30 വർഷം പഴക്കമുണ്ട് ആ സാരിക്ക്. ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹത്തിൽ അച്ഛനാണ് എൻ്റെ കൈ പിടിച്ച് വേദിയിൽ കൊണ്ടുവരുന്നത്. രാവിലത്തെ വിവാഹത്തിന് ശേഷം ഞാൻ ഇക്കാര്യം അച്ഛനോട് പറഞ്ഞിരുന്നു. ഉടനെ അദ്ദേഹം സമ്മതിച്ചു. നമ്മൾ 2 കൾച്ചറും ഫോളോ ചെയ്യുന്നു എന്നാദ്യമേ പറഞ്ഞതല്ലേ, ഞാൻ ചെയ്യേണ്ടത് ഞാൻ തന്നെ ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അച്ഛൻ അത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. അച്ഛൻ്റെ കടമകളെല്ലാം അദ്ദേഹം വളരെ മനോഹരമായി നിറവേറ്റിയെന്നും കീർത്തി സുരേഷ് പറഞ്ഞു.